ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 46-ാം സങ്കീർത്തനം വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കോരഹപുത്രന്മാരുടെ ഈ സങ്കീർത്തനം പലപ്പോഴും, പ്രത്യേകിച്ച് പ്രതിസന്ധികളിലും വിവിധങ്ങളായ പ്രതികൂലങ്ങളിലുമൊക്കെയും നാം ആയിത്തീരുമ്പോൾ നാം വായിച്ച് വളരെയധികം ആശ്വാസം പ്രാപിക്കുന്ന ഒന്നാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. നമ്മൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്ട്രോങ് ആണെന്ന് തോന്നിയാലും, ദൈവമില്ല നമ്മുടെ കൂടെ എങ്കിൽ ഒരു പ്രയോജനമില്ല. 50, 500, 5000, 50,000 ആയിക്കൊള്ളട്ടെ, ദൈവം കൂടെയുണ്ടെങ്കിൽ അതിന് ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ദൈവം കൂടെയുള്ളവർക്ക് പറയാൻ കഴിയും, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അപ്പോൾ ഭൂമി പോയേക്കാം, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണേക്കാം. ഇതെല്ലാം ഓരോ സാധ്യതകൾ മാത്രമാണ്. എന്നാൽ ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യം, നാം ഭയപ്പെടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ താൻ ദുഃഖിച്ച സമയങ്ങളുണ്ട്, ഹൃദയം തകർന്നു പോയ സമയങ്ങളുണ്ട്. പക്ഷെ യേശു ഭയപ്പെട്ടു എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ കാൽവരി ക്രൂസിലേക്ക് താൻ അടുക്കുമ്പോൾ തൻ്റെ ഹൃദയം വളരെ ദുഃഖിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചു. കാരണം പാപം തീണ്ടിയിട്ടില്ലാത്ത യേശുവിൻ്റെ മേൽ ലോകത്തിലെ സകല പാപവും അത് ചുമത്തപ്പെടാൻ പോവുകയാണ്. എന്തെല്ലാം പാപം ഈ ലോകത്തിലുണ്ടോ അതെല്ലാം യേശു ചെയ്തു എന്നതുപോലെ തൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. കൊലപാതകം ചെയ്തിട്ടില്ലാത്ത യേശു അപ്പോൾ ഒരു കൊലപാതകൻ എന്നുള്ളതായ ആ പേരിന് താൻ അവിടെ യോഗ്യനായി തീരുകയുന്നു, അല്ലെങ്കിൽ തൻ്റെ മേൽ അത് ചുമത്തപ്പെടുന്നു. അങ്ങനെ സകല പാപങ്ങളും യേശുവിൻ്റെ മേൽ ചുമത്തപ്പെടുന്നത് തനിക്ക് അല്പം പോലും സഹിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. തൻ്റെ കയ്യിൽ ആണിയടിക്കപ്പെടുന്നതോ തലയിൽ മുൾക്കിരീടം അത് ആഞ്ഞ് ഇറങ്ങുന്നതോ അല്ല യേശുവിൻ്റെ ഏറ്റവും വലിയ വിഷയം. നേരെ മറിച്ച് സകല ലോകത്തിൻ്റെയും പാപം തൻ്റെ മേൽ ചുമത്തപ്പെടുന്നതാണ്. പക്ഷേ പിതാവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. കാരണം അത് യേശു വഹിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് പോലും ഭയം എന്നൊരു വാക്ക് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ യോസേഫിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയും. താനൊരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ സ്ഥാനം അധികം താമസിയാതെ ഒരു പൊട്ടക്കിണറ്റിലായിരുന്നു. അവിടെ നിന്ന് ആ കിണറ്റിൽ നിന്നും തനിക്ക് പിന്നീട് പോകേണ്ടി വന്നത്, പൊത്തിഫേറിൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് പോകേണ്ടി വന്നത് ഒരു കാരാഗൃഹത്തിലേക്കാണ്. എന്നാൽ ആ കാരാഗൃഹത്തിൽ നിന്ന് പിന്നീട് താൻ പോയത് കൊട്ടാരത്തിലേക്കാണ്. പക്ഷേ കൊട്ടാരത്തിൽ പോയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, യോസേഫിന് പറയാനുള്ളത്, ഞാൻ ദൈവത്തിൻ്റെ കൂടെയായിരിക്കും, ദൈവം എൻ്റെ കൂടെയായിരിക്കും. കാരാഗൃഹത്തിൽ പോലും യോസേഫിനെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. അബ്രഹാമിനെ നോക്ക്, ഇസഹാക്കിനെ നോക്ക്, ഈ ലോകത്തിൽ ഒരിടത്തും അവർ സെറ്റിൽ ചെയ്തു എന്ന് പറയാൻ കഴിയത്തില്ല. യാക്കോബിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. സുഖമായി തൻ്റെ മാതാപിതാക്കളോടുകൂടെ വസിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ സ്നേഹനിധിയായ മാതാവ് തന്നെയാണ് പറയുന്നത്, എത്രയും വേഗം ഇവിടെ നിന്ന് നീ ഇറങ്ങി ഓടിക്കൊള്ളണം. ജ്യേഷ്ഠാവകാശവും എല്ലാം സ്വന്തമാക്കി, കയ്യിൽ പേപ്പറെല്ലാം ഉണ്ട്, പക്ഷേ അത് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല. താൻ ആ അനുഗ്രഹം എപ്പോഴാണോ പിതാവിൽ നിന്ന് പിടിച്ചു പറ്റിയത്, ഉടനെ തന്നെ യോസേഫിന് സംഭവിച്ചതുപോലെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞ ഉടനെ
യാക്കോബ് അവിടം വിട്ട് പോകേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരാണ് നാം പഴയ നിയമത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ജീവിതം നോക്കാം. തുടർന്നുള്ള ജീവിതം നമ്മൾ നോക്കിയാൽ താൻ യാബോക്കിൻ്റെ കടവിൽ വരുമ്പോൾ പൂർണ്ണമായി സുലിടുന്ന അവസ്ഥയിൽ തൻ്റെ സകല കഴിവുകളും അസ്തമിക്കുന്നതായിട്ട് എല്ലാം മാറ്റിവെച്ചു. അതുവരെ തൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും കൂടി ഒരുമിച്ച് ഉപയോഗിച്ച യാക്കോബിന് യാബോക്കിൻ്റെ കടവിൽ വെച്ച് താൻ സമ്മതിച്ചു, കർത്താവേ, ഇല്ല, എൻ്റെ കഴിവ് മുഴുവൻ അസ്ഥാനത്താണ്, 100% ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ യാബോക്ക് കടന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ, യേശാവിനെ നേരിടണമെങ്കിൽ ദൈവത്തിൻ്റെ 100% സഹായം കൂടിയേ പറ്റൂ. അവിടെ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്തു. ദാവീദിൻ്റെ ജീവിതം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിൽ തനിക്ക് കൊട്ടാരം വരെ ഉണ്ടായിരുന്നെങ്കിലും ദാവീദ് ഒരിക്കലും ആ കൊട്ടാരത്തിൽ സെറ്റിൽ ചെയ്തില്ല. അതൊന്നും തൻ്റെ മനസ്സിലേക്ക് കയറിയില്ല. താൻ ആകെ സെറ്റിൽ ചെയ്തത് ദൈവത്തിലാണ്. ദാവീദിൻ്റെ മനസ്സ് എപ്പോഴും സെറ്റിൽ ചെയ്തിട്ടുള്ളത് ദൈവത്തിൽ മാത്രമായിരുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം നന്മകൾ ഒരു ദൈവ പൈതലിന് ലഭിച്ചാലും അതിലൊന്നിലും താൻ ലയിച്ചു പോകാതിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതൽ സെറ്റിൽ ചെയ്യേണ്ടത് കർത്താവിലാണ്, സ്വർഗത്തിൽ മാത്രമാണ്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ നാം അധികമായിട്ട് അതിനെ സ്നേഹിച്ച് അതിൽ നാം ലയിച്ചു പോയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ നമ്മുടെ നേരെ അടിച്ചാലും ഒരു ദൈവ പൈതലിൻ്റെ ഈ ലോകത്തിലെ ജീവിതം അത് സുഖപൂർണമായിരിക്കുകയില്ല. സന്തോഷമില്ല എന്നല്ല പറഞ്ഞത്. ഏത് പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവത്തിൽ സന്തോഷിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ചെയ്തത്. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കൈകൊട്ടി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ചെങ്ങലകൾ അഴിഞ്ഞു മാറി. നാം ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലുമായാലും അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വശത്ത്, എന്നാൽ ദൈവത്തിന് കൊടുക്കാനുള്ള സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും ദൈവവചന ധ്യാനത്തിനൊന്നും ഒരു കുറവും വരാൻ പാടില്ല. അത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. യാക്കോബിന് ദൈവത്തോട് പറയാൻ കഴിയും, ദൈവമേ, 20 വർഷം ലാബാൻ്റെ വീട്ടിൽ താമസിച്ചു, 10 തവണ തൻ്റെ അമ്മായപ്പൻ തന്നെ ചതിച്ചു. അതിലൊരു ചതി ഏറ്റവും വലിയ ചതിയാണ്. റാഹേലിനെ വിവാഹം കഴിക്കുവാൻ യാക്കോബ് ആഗ്രഹിച്ചു. റാഹേലിനെയാണ് വിവാഹം കഴിച്ചതെന്ന് താൻ വിചാരിച്ചു. രാവിലെ നോക്കിയപ്പോൾ തൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഒരിക്കലും ചിന്തിക്കാത്ത ലേയാണ് തനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ആ ലേയുടെ കൂടെ തനിക്ക് ജീവിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ അനേക പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിന് പറയാനുള്ളത്, യാക്കോബേ, എനിക്കിതിനെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നീ എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടെയും പ്രതികൂലത്തിൽ കൂടെയും കടന്നുപോയി, എന്തെല്ലാം പരിഭവം എന്നോട് പറഞ്ഞാലും, ഏതെല്ലാം അവസ്ഥയിൽ കൂടെ നീ കടന്നുപോയെന്ന് പറഞ്ഞാലും കൊള്ളാം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. ഏറ്റവും ഒടുവിൽ യാബോക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പേര് മാറി, യാക്കോബ് ഇസ്രായേലായിട്ട് മാറി. യാക്കോബിനെ കൊണ്ട് ദൈവത്തിന് ചെയ്യാനുള്ളത് അവിടെ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാക്കോബിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. യോസേഫിൻ്റെ കൂടെ ഈജിപ്തിൽ ആ ഗോശൻ ദേശത്ത് വളരെ രാജകീയമായിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. ദൈവം നമ്മളെക്കുറിച്ചൊരു പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും യാക്കോബ് വിചാരിച്ചു കാണാം തൻ്റെ കാര്യം കഴിയാറായി. യോസേഫ് ഒരുപക്ഷെ വിചാരിച്ചു ആ പൊട്ടക്കിണറിൽ താൻ അവസാനിക്കും. ഇല്ല, ദൈവം ദൈവ പൈതലിനെ ഒരു കാര്യത്തിന് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടെയോ പ്രതികൂലങ്ങളിൽ കൂടെയോ കടന്നുപോയാലും ആ ശുശ്രൂഷ നിവർത്തിക്കുന്നത് വരെയും ദൈവം പരിപാലിക്കും. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് പലതവണ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി. താൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്തിന് മുൻപ് തന്നെ ജനിച്ചു വീഴിക്കാതിരിക്കുവാൻ, ജനിച്ചു വീണ ഉടനെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഒക്കെയും നോക്കിയെങ്കിലും ദൈവം ആഗ്രഹിച്ച, പിതാവ് ആഗ്രഹിച്ച സമയം വരെയും താൻ ഈ ലോകത്തിലുണ്ടായിരുന്നു. തക്ക സമയത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് നമുക്ക് കോരകപുത്രന്മാരോട് ചേർന്ന് ഇങ്ങനെ പറയാം, എന്തെല്ലാം സംഭവിച്ചാലും അതിലൊന്നും ഞാൻ ഭയപ്പെടുകയില്ല. തന്നെയുമല്ല, ദൈവം എൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്ത് പ്ലാൻ ഉണ്ടോ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.